പ്രിയപ്പെട്ടവർ നമസ്കാരമുണ്ട്. സനോജാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള യുവക്ഷേത്ര കോളേജിൻ്റെ പടിക്കെട്ടുകളാണ് കേട്ടോ. 25 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു സംഗമ വേദിയാണ് ഇന്ന് യുവക്ഷേത്ര കോളേജ് കേട്ടോ. അതായത് കോങ്ങാട് KPRP ഹൈസ്കൂളിലെ ഒരു കൂട്ടം, അതായത് 97-98 ബാച്ചിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ 25ാം വാർഷികത്തിൻ്റെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും നല്ല ബിരിയാണിയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഹാ ഹാ ഹാ. പാലക്കാടിൻ്റെ ചൂടിൽ നിന്ന് ഒരല്പം ആശ്വാസമായിട്ട് ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ നമുക്ക് യുവക്ഷേത്ര കോളേജ് പകർന്നു തന്നു. സ്കൂളിൽ കേട്ടുമറന്ന പ്രാർത്ഥനാ ഗാനവുമായിട്ടായിരുന്നു തുടക്കം. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കൂട്ടായ്മയുടെ 1000 സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗത ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹപാഠികളുടെ മനസ്സിൽ ഇപ്പം എന്തായിരിക്കും ഉണ്ടാവുക? കാരണം 25 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന, വഴികളിൽ എവിടെയൊക്കെ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരുപാട് സഹപാഠികൾ, അവരെല്ലാം ഈ 25ാം വാർഷികത്തിൻ്റെ ഈ വേളയിൽ കണ്ടുമുട്ടുകയാണ്. ജീവിതത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതിനാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം കാണുമ്പോഴുള്ള ആ ഒരു ഹായ്, നീ എൻ്റെ ഒപ്പം പഠിച്ചതാണോ, നീ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നീ എൻ്റെ ബാച്ചിലാണോ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷം പങ്കുവെക്കുകയാണ് ഇവിടെ സുഹൃത്തുക്കളെല്ലാവരും. ഒരുപാട് വളർന്നുവെങ്കിലും മനസ്സിന് ഇപ്പോഴും ആ കുട്ടിത്തത്തിൻ്റെ അല്ലെങ്കിൽ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ മനോഭാവം തന്നെയാണെന്ന് ഈ കൂട്ടത്തിലുള്ള എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാട്ടിലെ ഓർമ്മകളെല്ലാം പെറുക്ക് കൂട്ടി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഉയിരും ശ്വാസവും. ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വനിതാ കൂട്ടായ്മ മുൻനിരയിൽ തന്നെയുണ്ട് കേട്ടോ. കുറച്ചും കൂടി പറയാൻ ബാക്കിയുള്ളതുകൊണ്ടാണ്. ഷുബത്തുബിയിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോഴാണ്. പക്ഷേ ഞാൻ ഈ ഒരു മീറ്റപ്പിൽ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചു. ഓടി നടന്നിരുന്ന പരസ്പരം സംസാരിച്ചിരുന്ന ആ സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഈ ഒരു എന്താ പറയുക, ഇത്രയും കാലത്തിന് ശേഷം നമ്മളെല്ലാവരും ഈ അവസ്ഥയിലൊക്കെ കൂടാൻ ഈ ഒരു അവസരം നമുക്ക് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ചെരുപ്പ് അതുപോലെ കല്ല് കൊണ്ട് തന്നെ ആദരിക്കരുത്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എന്നെക്കാട്ടിലും പ്രായം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ തല മൂത്താണ് ഞാൻ തന്നെ തോന്നുന്നു ഇവിടെ, അല്ലേ? എന്താ പറയണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാവർക്കും നന്ദി, കണ്ടതിന് ഭയങ്കര സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ എന്തായാലും വന്നതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു.
എല്ലാവരും കൂടി കണ്ടിട്ട് എല്ലാവരെയും കൂടെ കാണാൻ അങ്ങനെ വന്നതാണ്. സന്തോഷം. എൻ്റെ പേര് കനകദാസ്. വയസ്സ് നിങ്ങളുടെ അത്ര ആയിട്ടില്ല. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ പത്തിയിലാണ്. ഞാൻ കിറോഷ്. ഞാൻ ഗോൾഡിന്റെ വർക്ക് തൃശ്ശൂർ. ഞാൻ മണ്ണാർക്കാട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. തന്നെ താമസിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ ബാങ്ക് കോച്ചിങ്ങിന് കോഴിക്കോട് പഠിക്കണം. എല്ലാവർക്കും ഞാൻ കഴിഞ്ഞതിന്റെ 9 മാസം വന്നിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനിത. പിന്നെ വലിയവള് 10ാം ക്ലാസ്സിൽ, ചെറിയവള് 3ാം ക്ലാസ്സിൽ. ഡ്രൈവിംഗ് ആണ് തൊഴിൽ. നമസ്കാരം. പരിചയപ്പെടാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ അറിയാത്തവരായിട്ട് കുറച്ച് പേരുള്ളൂ. എൻ്റെ പേര് ലത്തീഫാണ്. നിജേഷ് 10th Fലാണ്. ബിൽഡറാണ്. സിവിൽ കോൺട്രാക്ടർ വർക്ക് ഉണ്ട്. ചെറിയ വ്യാപാരിയാണ്. മുമ്പൊരു പ്രവാസി ചെയ്തിട്ട് നമ്മൾ മണ്ണാർക്കാട് ഫിലിം പറയാതെ ഓർമ്മയില്ല. നമസ്കാരം, ഞാൻ റഷീന. ഇപ്പൊ ഞാൻ പറളയാണ് താമസം. എനിക്ക് 2 കുട്ടികളാണ്. മോള് ഡിഗ്രിക്ക് ഇപ്പോ BPO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യയും 2 കുട്ടികളും. ഭാര്യ KPRP സ്കൂളിലെ ടീച്ചറാണ്. കുട്ടികൾ GUP സ്കൂളിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിലും 2ാം. മോള് +2 കഴിഞ്ഞ് നീറ്റ് പഠിക്കണോ പ്രിന്റിംഗ് ടെക്നോളജി. ചെറിയ ആള് +2 കഴിഞ്ഞു. മനുഷ്യരെല്ലാവരും ആദരം കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ആദരം വെറുതെ കിട്ടില്ല. അതിനു വേണ്ടി പ്രയത്നിക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്, അതായത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സഹപാഠിയായിട്ടുള്ള ലത്തീഫ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ സഹപാഠി തന്നെ ആയിട്ടുള്ള രാജീവിൻ്റെ ഭാഗം ഒരു ഉപഹാരം നൽകുന്ന ചടങ്ങാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മുൻനിരയിൽ നിൽക്കുന്ന സന്ധ്യയ്ക്ക് ഞങ്ങളുടെ എല്ലാ അദ്ദേഹത്തിൻ്റെ രാജീവിൻ്റെ വക സ്വന്തം ഒരു ഗിഫ്റ്റ് നൽകപ്പെടുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഷബീർ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇന്നത്തെ ദിവസം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സ്വന്തം സഹോദരിയായിട്ടുള്ള ജ്യോതിയുടെ വിവാഹ തലേന്ന് ആണ് ഇന്ന്. കാരണം അവർക്കുള്ളൊരു സെൻഡ് ഓഫ് കൂടി ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം കൂടിയാണ് അവൾക്ക്. അല്ല, എല്ലാവർക്കും അറിയും. ഇന്നിപ്പോ ഞാനെന്താ പറയാനുള്ളത്. അപ്പൊ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായതിൽ താങ്ക് യു. ഓക്കെ. ഇനി ഈ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ കേക്ക് മുറിക്കാനുള്ളൊരു ചടങ്ങാണ്. അതിനു വേണ്ടിയുള്ള തിക്കും തിരക്കും കൂട്ടലാണ് ഇവിടെ കേട്ടോ. അച്ഛനൊന്നുമില്ല. ഏത് പാട്ടാ പാട്? നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം തന്നെയാണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ബിരിയാണിയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഹാ ഹാ ഹാ.
എന്താ പരിപാടി? നന്നായി ഭക്ഷണം കഴിച്ചാൽ എന്നത്തെയും പോലെ തന്നെ ഒരു പാട്ട് കേൾക്കണം, കുറച്ച് ഡാൻസ് കളിക്കണം. പിന്നെ അടുത്തതാവട്ടെ നമ്മുടെ പരിപാടി. ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളുടെ സഹപാഠിയുടെ ഹസ്ബൻഡിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു.
എന്തായാലും പാട്ടും നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പം ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഞാൻ മാത്രം മാറി നിന്നു. എന്തായാലും ഞാൻ ഓടിപ്പോയിട്ടാ കൂട്ടത്തിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.